ഒരു പ്രതീക്ഷയുമില്ലാതെ ഇടത്തു നിന്ന് ഇന്ന് കാണുന്ന ചുംബികളായ വീടുകളിലേക്കുള്ള നമ്മുടെ പ്രയാണം കഠിനാധ്വാനത്തിൻ്റെതായിരുന്നു. നമ്മുടെ ജീവിതാനുഭവങ്ങൾ ഒരിക്കൽ പോലും പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയാത്തതിന്റെ ഉത്തരവാദിത്വം ഈ കൗമാരങ്ങളുടെ മേൽ നമുക്ക് വെച്ച് കെട്ടാൻ കഴിയുമോ? പീഡികത്തിണ്ണയിൽ ഇരുന്ന് അവരുടെ മുറിവിൽ ഉപ്പ് തേക്കുന്ന നമ്മളോട് നാം ചോദിക്കേണ്ട ചോദ്യം അവിടെ നിന്ന് തുടങ്ങണം. തിരിഞ്ഞു നോക്കുമ്പോ അസ്തിത്വ പ്രതിസന്ധികൾക്ക് വേണ്ടി പടപൊരുതേണ്ടുന്ന ചെറുപ്പക്കാരനതാ പ്രസവിച്ച മാതാവിനെ എങ്ങനെ കൊന്നതെന്ന് സന്തോഷത്തോടെ ചിരിച്ച് പോലീസുകാരനെ വിശദീകരിച്ചു കൊടുത്ത് ആക്രോശം കൊണ്ട നാട്ടുകാർക്ക് ഫ്ലൈയിങ് കിസ്സും കൊടുത്ത് പോലീസ് ജീപ്പിലേക്ക് ജയിലിലേക്ക് പോകുന്ന ചിത്രത്തെ മറക്കാനാവുമോ കേരളത്തിന്? ഞാൻ സർവീസിലുണ്ടായിരുന്ന കാലത്ത് ആളുകളോട് ബോധവൽക്കരണ കാലത്ത് ആ സമയത്ത് ഞാൻ പറയാറുണ്ടായിരുന്നു, ഒരു ഉമ്മ എന്നോട് കരഞ്ഞു പറഞ്ഞു, അവന്റെ മകനുള്ള വീട്ടിൽ എനിക്ക് രാത്രി കിടന്നുറങ്ങാൻ ഭയമാണ്, അതുകൊണ്ട് എൻ്റെ മകനെ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് ഇവിടെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ ഒരു ഉമ്മ ഒറ്റപ്പെട്ടിട്ടും അവിടെ ഉണ്ടായിരുന്നു. അത് ഞാൻ വിളിച്ചു പറഞ്ഞു. ആളുകൾ പറഞ്ഞു, തള്ളാണ്, അങ്ങനൊന്നും സംഭവിക്കില്ല. മകന് മാതൃശരീരത്തെ സ്ത്രീ ശരീരമായി കാണാൻ കഴിയില്ല എന്ന് ഉറച്ചു വിശ്വസിച്ച ഒരു സമൂഹമാണ് നമ്മൾ. ആഴ്ചകൾക്ക് മുമ്പ് ഒരു ചാനലിൽ മുഖം മറച്ച ഉമ്മ പറഞ്ഞു, എൻ്റെ മകൻ എന്നെ അവിടെ തൊട്ടു ഇവിടെ തൊട്ടു എന്ന് സാംസ്കാരിക കേരളത്തോട് മുഖത്തോട് മുഖം നോക്കി പറഞ്ഞു. പടവരുതേണ്ട ഒരുത്തൻ സ്വന്തം അമ്മ വിളിച്ചു പറഞ്ഞിട്ട് അവൻ ഇന്ന് ജയിലിലാണ്. എന്താ കാരണം? ലഹരി ഉപയോഗിച്ച് നിങ്ങളിൽ തട്ടും, നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും തട്ടും അമ്മയോട് പറഞ്ഞപ്പോ ഭയന്നു പോയ അമ്മ സ്വന്തം മകനെ പോലീസിനെ വിളിച്ച് അവൻ പല കേസുകളിലും പ്രതിയാണ്. അപ്പോൾ വാർത്തകൾക്ക് പഞ്ഞല്ല. ഞാൻ ചോദിക്കുന്നത് ഈ ആവേശം എത്ര ഉണ്ടാവുന്ന? ഒന്നാം തലക്കെട്ടിൽ നിന്ന് ഇപ്പോ 5 പേരെ കൊന്ന അഫാന്റെ വാർത്ത 1-2 വരികളിലേക്ക് ഒതുങ്ങി. 5 ജീവിതങ്ങളെ 2 വരികളിലേക്ക് മാറ്റുന്ന വലിയ അപകടത്തെക്കുറിച്ച് ഇനി പത്രങ്ങൾ മാറും, ചാനലുകൾ മാറും, മറ്റു വാർത്തകളുടെ പിന്നാലെ പോകുമ്പോ ഇതിന്റെ ഗൗരവം പാടെ ഇല്ലാണ്ടാവും. അങ്ങനെയായാൽ ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ വന്നിരിക്കുന്നത് കൗമാരത്തിനും യൗവനത്തിനും വേണ്ടിയിട്ടാണ്. സർവീസിലുണ്ടായിരുന്ന കാലത്ത് ഞാൻ നിയമത്തിന്റെ ഒരു അണുകിട ഇല്ലാതെ ആളുകളെ പിടിക്കുകയും അതുപോലെ ലഹരിക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്ത ഒരു